നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില നക്ഷത്ര ജാതകരെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുവാനായിട്ട് പോകുന്നത്. ജീവിതത്തിൽ ധാരാളം തടസ്സങ്ങൾ നേരിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആകുലപ്പെട്ടിരിക്കുന്ന കുറച്ചധികം വ്യക്തി ജീവിതങ്ങളുണ്ട്, അല്ലെങ്കിൽ നക്ഷത്ര ജാതകരുണ്ട്. എന്നാൽ ഭാഗ്യ നക്ഷത്രങ്ങളെന്നും ഇവരെ വിളിക്കാറുണ്ട്. വിഷുവിനോടുകൂടി ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന നക്ഷത്ര ജാതകരാണിവർ. ഇവരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതങ്ങളാണ് കടന്നു വരുവാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ വിഷുവൊക്കെ കഴിഞ്ഞതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതേ ദിവസം മുതൽ ജീവിതത്തിൽ അനുഗ്രഹം നേടാൻ കഴിവുള്ള വ്യക്തികൾ തന്നെയാണിവർ. അപ്രകാരമുള്ള കുറച്ച് നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകരാണ്. അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്നതാണ് പറയുവാനായിട്ട് കഴിയുന്നത്. പണം വന്നു ചേരും, അലച്ചിലുകളൊക്കെ മാറിക്കിട്ടും, ജീവിതത്തിലെ കഷ്ടത ഒഴിയും, അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം സമ്പൽ സമൃദ്ധി ഉണ്ടാകും. അടുത്തത് മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങളാണ്. ആഗ്രഹങ്ങൾ സഫലമാവുകയും വിദേശവാസത്തിന് യോഗം ലഭിക്കുകയും ചെയ്യുമെന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരുന്നു ഈ വിദേശവാസം, അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതൊക്കെ. ചിലപ്പോൾ പങ്കാളി വിദേശത്തായിരിക്കാം, അങ്ങോട്ടേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. ഇനി അടുത്ത് ചിങ്ങക്കൂറുകാരെ കുറിച്ചാണ്. ചിങ്ങക്കൂറുകാരായ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയുന്നത്. കഷ്ടതകൾ അവസാനിക്കും, സൗഭാഗ്യ സമ്പന്നത കടന്നു വരും, ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി പ്രയാസങ്ങളൊന്നും അനുഭവിക്കേണ്ടതായി വരുന്നില്ല, അത്രത്തോളം സൗഭാഗ്യം ജീവിതത്തിൽ ലഭ്യമാകും. അടുത്ത് ധനുക്കൂറുകാരാണ്. ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം. കുടുംബത്തിന് സമാധാനവും അതുപോലെ തന്നെ സന്തോഷവും ഉണ്ടാകും. ധാരാളം ധനം കൈവരും. ആഡംബര ജീവിതം ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. ജീവിതത്തിൽ വൻ ഉയർച്ചകൾ കടന്നു വരും. അടുത്തത് മീനക്കൂറുകാരാണ്. മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രിട്ടാതി, രേവതി എന്നിവരാണ്. സകല ദുരന്തങ്ങളും മാറി നേട്ടങ്ങളിലേക്കെത്തും. അടുത്ത് ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് കുറച്ച് പ്രധാന പരിഹാര മാർഗങ്ങളുണ്ട്. എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു ഭവിക്കുകയാണെങ്കിൽ അതൊക്കെ മാറുവാനായിട്ട് നിങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യുവാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ശിവക്ഷേത്ര ദർശനം പ്രധാനമാണ്. ധാരയോ, പിൻവിളക്കോ, കൂവളമാലയോ എന്നിവ സമർപ്പിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. അടുത്തത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മുഴുക്കാപ്പ്, പഞ്ചാമൃതം എന്നിവ വഴിപാടായി നടത്തുക. ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രതിസന്ധികൾ മാറുവാനായിട്ട് വടമാല സമർപ്പിക്കുക. അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദുരന്തങ്ങൾ മാറുവാനായിട്ട് അമ്മയെ ഭജിക്കുക. നവഗ്രഹ പൂജ നടത്തുന്നതും അതുപോലെ തന്നെ വിവാഹം, വിദേശവാസം, ജോലി എന്നിവയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ ഈ വക പരിഹാര മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.